ഹലോ ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ദുലീപ് ട്രോഫിയിൽ ഇന്ത്യ എ വേഴ്സസ് ഇന്ത്യ ഡി തമ്മിലുള്ള മത്സരത്തിൽ ഇന്ത്യ എ 186 റൺസിന്റെ വമ്പൻ വിജയം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. അതെ, പക്ഷേ നമ്മളിവിടെ എടുത്തു പറയണം സഞ്ജു സാംസണിന്റെയും അതേപോലെ തന്നെ ഇന്ത്യ ഡിയുടെ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യറിന്റെയും പ്രകടനം. ഫസ്റ്റ് ഇന്നിംഗ്സിൽ ഈ രണ്ട് താരങ്ങളും വളരെ മോശം പ്രകടനമായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ സഞ്ജു സാംസൺ പൊളിച്ചടുക്കിയിരിക്കുന്നു. അതേപോലെ തന്നെ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യറും തന്റെ മികവ് കാണിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടത്. ദുലീപ് ട്രോഫിയിൽ ഇന്ത്യ എക്കെതിരെ മത്സരത്തിൽ ഇന്ത്യ ഡിയുടെ സഞ്ജു സാംസൺ 40 റൺസുമായാണ് പുറത്തായത്. അപ്പോൾ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും 40 റൺസ് ഇതൊക്കെ വലിയ കാര്യമാണോ? ദുലീപ് ട്രോഫിയിൽ തന്നെ പല താരങ്ങളും സെഞ്ചുറിക്ക് അടിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ഏതായാലും പക്ഷേ സഞ്ജുവിന്റെ സ്ട്രൈക്ക് റേറ്റ് നമ്മൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. റിക്കു ബൈ ഈ ചങ്ങായിന്റെ പ്രകടനം നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഒരിക്കലും പൂർണ്ണമാവില്ല. സെഞ്ചുറിയുമായിട്ട് പൊളിച്ചടുക്കിയിട്ടുണ്ടായിരുന്നു റിക്കു ബൈ. പക്ഷേ ഇന്ത്യ ഡി 186 റൺസിന്റെ വമ്പൻ തോൽവി തന്നെയാണ് ഏറ്റുവാങ്ങിയിട്ടുള്ളത്. സഞ്ജുവിന്റെ ബാറ്റിംഗിലേക്ക് വരികയാണെങ്കിൽ നന്നായി തുടങ്ങിയിട്ടുള്ള ശേഷമായിരുന്നു സഞ്ജു സാംസണിന്റെ വീഴ്ച. ഏകദിന ശൈലിയിൽ ബാറ്റ് വീശിയിട്ടുള്ള സഞ്ജു സാംസൺ 45 പന്തുകളിൽ നിന്ന് 3 വീതം സിക്സറുകളും 4കളും നേടിക്കൊണ്ടാണ് പുറത്തായത്. റിക്കു ബായോടൊപ്പം 62 റൺസിന്റെ പാർട്ണർഷിപ്പ് ഉണ്ടാക്കാനും സഞ്ജുവിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളതാണ് മറ്റൊരു കാര്യം. യെസ്, ഔട്ടായെങ്കിൽ കൂടി സഞ്ജുവിന്റെ സിക്സറുകൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത്. സ്പിന്നർമാർക്കെതിരെയായിരുന്നു അദ്ദേഹത്തിന്റെ 3 സിക്സറുകളും പിറന്നിട്ടുണ്ടായിരുന്നതും. അൺഡിഫൈൻഡ് എന്ന് തന്നെ വേണം പറയാൻ. അജാദി സിക്സറുകളായിരുന്നു. സഞ്ജുവിന്റെ ഈ ഒരു പ്രകടനം ഏതായാലും ആരാധകരെ തൃപ്തിപ്പെടുത്തുന്നത് തന്നെയാണ്. പക്ഷേ ഇന്ത്യ ഡി വലിയ തോതിലുള്ള പരാജയം തന്നെയാണ് ഏറ്റുവാങ്ങിയിരിക്കുന്നത്. പക്ഷേ സഞ്ജുവിന്റെ സ്റ്റൈലിഷ് സിക്സറുകൾ കാണാൻ സാധിച്ചതിൽ ആരാധകർ ഹാപ്പിയാണ്. കട്ട് ഷോട്ടുകൾ ഉൾപ്പെടെ ബൗളർമാർക്ക് മുകളിൽ ആധിപത്യം നേടുന്ന ബാറ്റിംഗ് പ്രകടനമാണ് സഞ്ജു സാംസൺ നടത്തിയതെന്നുള്ള കാര്യത്തിൽ നമുക്കൊക്കെ ഏറെ അഭിമാനിക്കാമെന്നുള്ളതാണ് പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതും. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുക. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുന്ന കാര്യം പരമാവധി ഒന്ന് ശ്രമിക്കണം. കാരണം പലരും ലൈക്ക് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. അപ്പോൾ ഗൈസ്, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ചെറിയൊരു ഗുഡ് ബൈ.